സ്കൂൾ തലങ്ങളിലും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും നടക്കുന്ന സ്പോർട്സ് ഇവൻ്റ് അല്ലെങ്കിൽ അത്ലറ്റിക് മീറ്റുകളുടെ രജിസ്ട്രേഷൻ മുതൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ജനറേഷൻ വരെയുള്ള പ്രോസസ്സുകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് sportsmas.com എന്ന ഈ വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വരുന്ന മാസം 23 മുതൽ 25 വരെ നടക്കുന്ന സഹോദയ CBSE സൗത്ത് സോൺ സഹോദയ ഇൻ്റർ സ്കൂൾ അത്ലറ്റിക് മീറ്റിൻ്റെ രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നതിനുള്ള രീതി ഈ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിനായി CBSE എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതിനായി സ്ഥാപനങ്ങൾക്ക്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഇമെയിൽ ID യും അവർക്കൊരു പാസ്വേഡും നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഗ്രൂപ്പ് വഴി അറിയിക്കുന്നതാണ്. ഒരു സാമ്പിൾ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നൽകിയിരിക്കുന്ന ഒരു ഇമെയിൽ ID യും പാസ്വേഡും കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു യൂസർക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതാണ് അത് കാരണമാണ് ഇതിങ്ങനെ എല്ലാം 0 ആയിരിക്കുന്നു, ടാലി ആയിരിക്കുന്നു ഒക്കെ ഉള്ളത്. നമുക്ക് എങ്ങനെയാണ് ഒരു പുതിയതായിട്ടൊരു ഈ രജിസ്ട്രേഷൻ നടത്തുന്നതെന്നും കൂടെ ഇതിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഡാഷ്ബോർഡ് ഉണ്ട്, അതുപോലെ പാർട്ടിസിപ്പൻസിൻ്റെ വിവരങ്ങളുണ്ട്, ടീം എൻട്രി ഡീറ്റെയിൽസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഫണ്ട് ട്രാൻസ്ഫർ ഉണ്ട്, അവസാനമായിട്ട് അപ്രൂവ്ഡ് പാർട്ടിസിപ്പൻസ് റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം പാർട്ടിസിപ്പൻസിൽ പോവുക, ആഡ് പാർട്ടിസിപ്പൻസ് എടുക്കുക. പാർട്ടിസിപ്പൻസിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഗാർഡിയൻ്റെ പേര്, കോൺടാക്റ്റ് നമ്പർ, ആധാർ നമ്പർ, ഇമെയിൽ, ഫോട്ടോ, അഡ്രസ്സ് ഇത് കൊടുത്തിട്ട് ക്രിയേറ്റ് പാർട്ടിസിപ്പൻറ്റ് കൊടുക്കുക. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒരു പാർട്ടിസിപ്പൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നേരെ ഈ പറയുന്ന ഈ ബട്ടണുണ്ട്, ഇത് മാനേജ് ഇവൻ്റ് എന്ന് പറഞ്ഞ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാർട്ടിസിപ്പൻസിൻ്റെ ഇവൻ്റ് ആഡ് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടെ ഇതിനകത്ത് ലഭിക്കും. നമുക്കൊരു സാമ്പിളായിട്ട് ചെയ്ത് നോക്കാം. ഒരു പാർട്ടിസിപ്പൻ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് പാർട്ടിസിപ്പൻറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്കിതിനകത്ത് ഒരു പാർട്ടിസിപ്പൻറ്റിൻ്റെ പേര് കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയും ജെൻഡറിൻ്റെയും അടിസ്ഥാനമാക്കിയാണ് സോഫ്റ്റ്വെയറിൽ ഇവരേത് കാറ്റഗറിയാണെന്നും അതിനനുസരിച്ച് ഉള്ള ഇവൻറ്റുകളും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തെറ്റായി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള രീതിയായിരിക്കും അവിടെ കാണിക്കുന്നത്. ഞാനിതൊരു സാമ്പിൾ ഡേറ്റയാണ് കൊടുക്കുന്നത്. ഇമെയിൽ ID ഓപ്ഷനിലാണ് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് പാർട്ടിസിപ്പൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടും കാണിക്കും. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവൻ്റ് രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കാം. ഇവൻ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനകത്ത് ആളുടെ ഏജും ഡേറ്റ് ഓഫ് ബർത്തും അടിസ്ഥാനത്തിലുള്ള ഇവൻ്റ് എല്ലാം ഇവിടെ കാണിക്കും. ഏതൊക്കെ ഇവൻ്റാണോ വേണ്ടത് ആ ഇവൻ്റ് മാത്രമായിട്ട് സെലക്ട് ചെയ്യുക, ആഡ് ഇവൻ്റ് കൊടുക്കുക. അങ്ങനെ എത്ര ഇവൻ്റ് വേണേലും ഇതിനകത്ത് നേരത്തെ പറഞ്ഞൊക്കെ നമ്മുടെ സർക്കുലറിൽ പറയുന്ന അനുസരിച്ചുള്ള എണ്ണം അനുസരിച്ച് ഉള്ള ഇവൻ്റ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇവൻ്റ് മാത്രമാണ് ഈ ഒരു പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിലൂടെ കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇത് എല്ലാ ഡേറ്റയും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് വ്യൂ ഓപ്ഷനുണ്ട്, എഡിറ്റ് ഓപ്ഷനുണ്ട്, ഡിലീറ്റ് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവൻ്റ് സോഫ്റ്റ്വെയറിലൂടെ അപ്പുറത്തെ ഇവൻ്റ് അഡ്മിനിസ്ട്രേറ്റർക്ക് എത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇദ്ദേഹത്തിനെ സബ്മിറ്റ് ചെയ്യുകയാണ്. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാറ്റസ് സബ്മിറ്റഡ് ആവും. അപ്പോൾ ഇനി ഇവൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്ററോ സ്റ്റാഫോ അവർക്ക് അവരുടെ ലോഗിനിലൂടെ ഈ സബ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ വെരിഫൈ ചെയ്തിട്ട് അവർക്ക് അത് അപ്രൂവ് ചെയ്യാവുന്നതാണ്. പാർട്ടിസിപ്പൻറ്റിൻ്റെ ഡീറ്റെയിൽസും പാർട്ടിസിപ്പൻറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ ഇവൻറ്റിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് കൊടുക്കാൻ പറ്റുന്നത് ടീം എൻട്രിയാണ്. അപ്പോൾ നമുക്ക് ടീമിൻ്റെ പേര് കൊടുക്കണം, ഏത് ഇവൻറ്റിലാണോ ടീം വേണ്ടതെന്ന് വെച്ചാൽ ആ ടീം കൊടുക്കണം. അങ്ങനെ ഇവൻ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടീമിലേക്ക് വാലിഡ് ആയിട്ടുള്ള, അതായത് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഓരോ പാർട്ടിസിപ്പൻസിൻ്റെ പേരും ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. അത് നമുക്ക് എത്ര പേരാണോ വേണ്ടത് അത്രയും പേരെ നമുക്കിവിടെ സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യുക. അങ്ങനെ 4 പേരാണ് അല്ലെങ്കിൽ 5 പേരാണുള്ളത്, 4 പേർക്ക് പ്ലസ് ഒരാൾ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അതും കൂടെ കൊടുക്കുക. സബ്മിറ്റ് ടീം എൻട്രി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ടീമും കൂടെ ഇവിടെ ക്രിയേറ്റ് ആവും. ഇപ്പോൾ ഇവിടെ ടീം 1 ഓൾറെഡി ഉണ്ട്. ടീം 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ 5 പേരുടെ പേരും ഡീറ്റെയിൽസും വെച്ചിട്ട് ഒരു ടീമിൻ്റെ എൻട്രിയും കൂടെ ഇടാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുള്ളതാണ്
ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവൻ്റാണ്. ബാൻഡ് ഡിസ്പ്ലേ മാത്രമാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവൻറ്റിലുള്ളത്. അപ്പോൾ ഓൾറെഡി ഈ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒന്നും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ട് ആ ഇവൻറ്റിൻ്റെ പേര് സെലക്ട് ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെ നമ്മൾ പാർട്ടിസിപ്പൻസ്, ടീം എൻട്രി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവൻറ്റ്സ് ഇതെല്ലാം സബ്മിറ്റ് ചെയ്തു. ഇത്രയും സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡാഷ്ബോർഡിൽ നമുക്ക് അടയ്ക്കേണ്ട ഫീയുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഡാഷ്ബോർഡിൽ ഇവൻറ്റുമായി ബന്ധപ്പെട്ട ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണാൻ പറ്റും. ഇനി എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര രൂപ നമ്മൾ അടച്ചിട്ടുണ്ട്, അതിൻ്റെ ബാലൻസ് എത്ര അടയ്ക്കാനുണ്ട് അതും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ നേരത്തെ ഒരാളെ ആഡ് ചെയ്തിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫീസും കൂടെ ഇവിടെ അടയ്ക്കാനുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫറിൽ പോയിട്ട് എത്ര രൂപയാണോ ഇനി അടയ്ക്കാനുള്ളത് ആ എമൗണ്ട് കൊടുക്കുക, ആ ട്രാൻസാക്ഷൻ്റെ നമ്പർ കൊടുക്കുക, ട്രാൻസാക്ഷൻ്റെ റെസീറ്റ് നമ്മളിവിടെ കൊടുക്കുക. വേണം സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് സബ്മിറ്റ് ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ സബ്മിറ്റ് ആവും. അപ്പോൾ ഇവിടെ പെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ കാണിക്കും. ഡാഷ്ബോർഡിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് ഇപ്പോഴും 600 രൂപ തന്നെയാണ്, കാരണം ഇത് പെൻഡിങ് ആണ്. ഇനി അപ്പുറത്തുനിന്ന് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ബാലൻസ് എമൗണ്ട് ടാലി ആവുകയുള്ളൂ. ഓക്കെ, അങ്ങനെ ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം അപ്രൂവ്ഡ് പാർട്ടിസിപ്പൻസ് റിപ്പോർട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരുമിച്ച് കാണാനും ഇതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പി എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തിയാൽ ഇത് പ്രിൻ്റ് ചെയ്യാവുന്ന ഫോർമാറ്റിലേക്ക് വരികയും ഇത് PDF ആക്കണമെങ്കിൽ PDF ആക്കാം, അല്ലെങ്കിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ പ്രിൻ്ററിലേക്ക് നമുക്കിത് കണക്ട് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാനും പറ്റും. ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം അതിൽ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സൈനും ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്കൂളിലേക്ക് സബ്മിറ്റ് ചെയ്യും. അതോടൊപ്പം ഇതിൻ്റെ ഒറിജിനൽ കോപ്പി കോമ്പറ്റീറ്റർ നമ്മുടെ ചെസ് നമ്പർ മേടിക്കാനായിട്ട് വരുന്ന സമയത്ത് ഇത് ഒറിജിനൽ കോപ്പി സ്കൂളിൽ സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മേടിക്കേണ്ടതുമാണ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലോഗിൻ കിട്ടിക്കഴിഞ്ഞാൽ ഡാഷ്ബോർഡുണ്ട്. ഡാഷ്ബോർഡിൽ നമുക്ക് വേണ്ട വിവരങ്ങൾ എല്ലാ സാധനങ്ങളും കാണിക്കും. ഇതിൻ്റെ ഓർഡർ അനുസരിച്ച് ആദ്യം പാർട്ടിസിപ്പൻറ്റ് ഡീറ്റെയിൽസ് ആണ്. പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, വ്യൂ ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കില്ല. അത് കഴിഞ്ഞതിന് ശേഷം ടീം എൻട്രിയാണ്. ടീം എൻട്രിക്കകത്ത് ടീമിനൊരു പേര്, ഇവൻറ്റ്, എത്ര പാർട്ടിസിപ്പൻസ് ആണോ ഉള്ളത് അവരുടെ എല്ലാം സെലക്ട് ചെയ്തിട്ട് ആഡ് പറയുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് സബ്മിറ്റ് ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ എത്ര നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഉണ്ടോ അത്രയും ഇവൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് ഇവൻ്റാണ്. ഒരു ഇവൻറ്റ് മാത്രമേ നമുക്കുള്ളൂ, അത് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ പിന്നുള്ളത് നാലാമത്തെ ഫണ്ട് ട്രാൻസ്ഫർ ആണ്. നമുക്ക് എത്രയാണോ ഡ്യൂ ഉള്ളത് നമുക്ക് ഡാഷ്ബോർഡിൽ പോയി നോക്കിയാൽ കാണാം എത്ര ഡ്യൂ ഉണ്ടെന്ന്. ആ ഡ്യൂവിനനുസരിച്ചുള്ള എമൗണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് ഓരോ എൻട്രിയും കൊടുക്കേണ്ടത്. അവിടെ ഒരു അറ്റാച്ച്മെൻറ്റിൽ അതിൻ്റെ ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുമാണ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അപ്രൂവ്ഡ് പാർട്ടിസിപ്പൻറ്റ് റിപ്പോർട്ട് വഴി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒപ്പും സീലും വെച്ചിട്ട് അതിൻ്റെ PDF നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ നൽകുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒറിജിനൽ സ്കൂളിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതാണ്. ഓക്കെ, കാരണം ആ റിപ്പോർട്ടിനകത്താണ് പ്രിൻസിപ്പൾ ഈ കുട്ടികളെ അവരുടെ ഏജും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടുള്ള ഏജും അതുപോലെ ആധാറിൽ നൽകിയിരിക്കുന്ന പേരും ആധാർ നമ്പറും എല്ലാം വെരിഫൈ ചെയ്ത് വാലിഡ് ആണ് എന്ന് പ്രിൻസിപ്പൾ സൈൻ ചെയ്യുന്നതാണ് ആ ഒരു പ്രോസസ്സ്. അതുപോലെ ഇത്ര ടീം എൻട്രി ഉണ്ടെന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവൻ്റ് ഉണ്ടെന്നും ഇത്ര രൂപയുണ്ടെന്നും അത് പേ ചെയ്തു എന്നൊക്കെയാണ് നമുക്ക് ഈ അപ്രൂവ്ഡ് പാർട്ടിസിപ്പൻസ് റിപ്പോർട്ടിലൂടെ അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അപ്രൂവ്ഡ് പാർട്ടിസിപ്പൻറ്റ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്ന പാർട്ടിസിപ്പൻസിൻ്റെ വ്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ കോമ്പറ്റീറ്റർ കാർഡ് ഓരോരുത്തരുടെ ആയിട്ടും ഇതേപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ അപ്രൂവ് ചെയ്ത് കിട്ടിയിരിക്കുന്ന പാർട്ടിസിപ്പൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവൻ്റ് അഡ്മിനിസ്ട്രേറ്റർ അപ്രൂവ് ചെയ്തിരിക്കുന്നത് ഇത്രയും അപ്രൂവ്ഡ് ആണ് ഇവരെന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം അപ്രൂവ്ഡ് ആണ്. അങ്ങനെ അപ്രൂവ് ചെയ്യുമ്പോൾ അവർക്കൊരു ചെസ് നമ്പർ ഓട്ടോമാറ്റിക്കലി വരും. ഈ ചെസ് നമ്പർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യൂ എന്ന് പറയുന്ന പേജിലൂടെ കോമ്പറ്റീറ്റർ കാർഡ് ലഭിക്കുന്നതാണ്. കോമ്പറ്റീറ്റർ കാർഡും അതുപോലെ തന്നെ അപ്രൂവ്ഡ് പാർട്ടിസിപ്പൻസ് റിപ്പോർട്ടും നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അതാത് സ്കൂളുകളിൽ നിന്ന് ചെയ്യേണ്ട പ്രോസസ്സാണ്. കോമ്പറ്റീറ്റർ കാർഡ് ഓരോ കുട്ടിക്കും വേണ്ടതാണ്. ആ കുട്ടിക്ക് കോമ്പറ്റീറ്റർ കാർഡ് സ്കൂളിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വരേണ്ടതാണ്. ഓക്കെ, ഇത്രയുമാണ് ഇവൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മറ്റു വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.